പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന വഴി വെള്ളക്കെട്ട് മൂലം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. പൊന്നാരി ഈശ്വരമംഗലം ചെറുനിലം റോഡിലാണ് നിലവിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. ചെറുനിലം പട്ടികജാതി ഉന്നതി അടക്കമുള്ള ജനവാസ മേഖലയിലേക്കുള്ള പ്രധാന റോഡാണിത്. സ്വകാര്യ വ്യക്തി പറമ്പ് തൂർത്തും മതിൽ കെട്ടിയതാണ് നിലവിൽ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. തുടർ നടപടികൾക്കായി റവന്യൂ അധികൃതരെ നഗരസഭ അറിയിച്ചുവെങ്കിലും നടപടികൾ ഒന്നുമായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ 15 കൊല്ലമായിട്ട് ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ കൊണ്ടാട്ടി ഷൺമുഖം എന്ന് പറഞ്ഞ ആള് ചോർത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൃത്യമായിട്ട് നഗരസഭയിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ആ കംപ്ലയിൻറ്റ് കൃത്യമായി പരിശോധിച്ചിട്ട് താലൂക്കിലേക്ക് കൈമാറുകയും ചെയ്തതാണ്. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ആ നടപടി ഉണ്ടാവണം. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ആ മാറാരോഗങ്ങളും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പുറത്തെ പറമ്പിലും അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ മാറാരോഗങ്ങളൊക്കെ പിടിപെടുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ വഴിയിൽ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. മുട്ടിന് മുകളിൽ വെള്ളത്തിലാണ് ഓരോ ആളുകളും ഇതിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത്. സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ഉള്ള രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്നത്. ഇത്രയും വെള്ളം ഇത്രയും തുടർച്ചയായ ദിവസങ്ങളിലാണ് കെട്ടി നിൽക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള പരാതി നാട്ടുകാരെല്ലാം ഇതിനെതിരായി പരാതി നൽകിയിട്ട് നഗരസഭ അത് തഹസിൽദാർക്ക് കൈമാറി ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ നടപടി സ്വീകരിക്കാതെ കിടന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമ നടപടികളിലേക്കും ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരാളെയും ബുദ്ധിമുട്ടിക്കണം എന്നുള്ളത് ഇവിടുത്തെ കൗൺസിലർക്കോ ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു നീറുന്ന പ്രശ്നമാണിത്. ഈശ്വരമംഗലം നിവാസികളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കും. സമീപ പ്രദേശങ്ങളിൽ മലേറിയ അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും വയോജനങ്ങളും അടക്കമുള്ള നാട്ടുകാർ.